ലോകം കണ്ട ഏറ്റവും വലിയ നുണകളിലൊന്നാണ് ട്രോജൻ കുതിരയിലൂടെ ഗ്രീക്കുകാർ പറഞ്ഞത്. ഒരൊറ്റ നുണയിലൂടെ ഗ്രീക്കുകാർ നേടിയെടുത്തത് വലിയ ഒരു യുദ്ധ വിജയമായിരുന്നു. 10 വർഷത്തോളം ഗ്രീക്കുകാർ രാപ്പകൽ യുദ്ധം ചെയ്തിട്ടും ട്രോയിയിലെ ഭടന്മാരെ തോൽപ്പിക്കുവാനോ ട്രോയിയിലെ കൊട്ടാരത്തിനകത്തേക്ക് കടന്നു കയറുവാനോ ഗ്രീക്കുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. 10 വർഷത്തിനൊടുവിൽ ഈ ട്രോയിക്കാരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഗ്രീക്കുകാർ തിരിച്ചു പോകുന്നതിന് പകരം ഏത് വിധനെയും ഏത് നുണയിലൂടെയും ട്രോയിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഗ്രീക്കുകാർ വലിയ ഒരു മരക്കുതിരയുണ്ടാക്കുന്നു. ആ കുതിരയുടെ പേരാണ് ട്രോജൻ കുതിര. വീലുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഈ കുതിരയെ തള്ളിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഇത് നിർമ്മിച്ചത്. ഈ കുതിരയെ നിർമ്മിച്ച ഗ്രീക്കുകാർ ഇതിന് ഉള്ളിൽ അകം പൊള്ളയായി നിർമ്മിക്കുകയും അതിനകത്ത് വളരെ മിടുക്കരായ കുറെ ഗ്രീക്ക് പടയാളികളെ ഒളിപ്പിച്ചിരുത്തുകയും ചെയ്തു. ഈ നാട് വിട്ട് ഗ്രീക്കുകാർ പോകുന്നതിന് മുമ്പായി ട്രോയിലുള്ള ആൾക്കാരോടുകൂടി ഈ കുതിര എന്ന് പറയുന്നത് ഗ്രീക്കുകാർക്ക് ദൈവത്തിനുള്ള സമ്മാനമായിട്ട് ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് പോയത്. ട്രോയിലുള്ള ആൾക്കാർ യുദ്ധം ജയിച്ച സന്തോഷത്തിൽ ഈ മരക്കുതിരയെ വലിച്ചെടുത്ത് കോട്ടയ്ക്കകത്ത് കൊണ്ടുപോയി വെക്കുകയും രാത്രിയിൽ ആഘോഷിച്ച് ആ ലഹരിയിൽ ഉറക്കമാവുകയും ചെയ്തപ്പോൾ കുതിരയ്ക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന ഗ്രീക്ക് പടയാളികൾ പുറത്തു വന്ന് കോട്ടവാതിലുകൾ തുറന്നു നൽകുകയും പുറത്ത് കാത്തിരുന്ന ഗ്രീക്ക് പടയാളികൾ കൂടെ ചേർന്ന് അകത്ത് കയറി ട്രോയിയെ നാശമാക്കുകയുമാണ് ഉണ്ടായത്. ട്രോജൻ കുതിരയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരു നുണയാണ് ട്രോയിയുടെ സർവനാശത്തിന് കാരണമായത്. ഇന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പേരാണ് ഈ ട്രോജൻ എന്നുള്ളത്. കമ്പ്യൂട്ടറുകളെയൊക്കെ ആക്രമിക്കാൻ വരുന്ന വൈറസുകൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരാണ് ഈ ട്രോജൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് തരം നുണകളാണ് കേട്ടാലും അത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ നുണ സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരുപാട് സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. ഒരു നുണയിലും വീണു പോകാതിരിക്കുക. ഒരു നാടിന്റെയും സർവനാശത്തിന് നമ്മൾ കൂടി ഭാഗഭാക്കാകാതിരിക്കുക എന്നുള്ളതാണ് ഇന്നിന്റെ ആവശ്യം.